വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട് പുരാതനമായ ഒരു ക്ഷേത്രം, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ആയിരത്താണ്ടുകൾക്ക് അപ്പുറം പഴമയുള്ള ഈശ്വര സന്നിധാനം. അനേകായിരം ഭക്തർ അനുദിനം ഒഴുകിയെത്തുന്ന വശ്യപ്രകൃതിയുടെ മടിത്തട്ടിലെ പാവനസ്ഥലി. തിരുനെല്ലിയിൽ എത്തുമ്പോൾ പ്രഭാതമായിരുന്നു. തൃശ്ശിലേരി കടന്ന് തിരുനെല്ലിയുടെ തണുപ്പിലേക്ക് ഞങ്ങളെത്തി. ചുറ്റും വളർന്ന് തിടം വച്ചു നിൽക്കുന്ന പച്ചപ്പിനുള്ളിലൂടെയുള്ള യാത്രാനന്തരം വാഹനം പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒതുക്കി. അല്പം ആയാസത്തോടെയാണ് എങ്കിലും ക്ഷേത്രസന്നിധിയിലേക്ക് നടന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന് അതിപുരാതനമായ ഒരു ചരിത്രമാണ് ഉള്ളത്. ചേരരാജാക്കന്മാരായ ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ്റെയും രണ്ടാമൻ്റെയും കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. വളരെ സമൃദ്ധമായ ഒരു ഗ്രാമജീവിതം മുൻകാലങ്ങളിൽ ഇവിടെ നിലനിന്നിരുന്നു. ഇവിടെ നിന്നും 9-ാം നൂറ്റാണ്ടിലേതെന്ന് നിർണയിക്കപ്പെടുന്ന ചെമ്പുതകിടുകൾ കണ്ടെത്തിയിട്ടുള്ളതായി രേഖപ്പെടുത്തലുകൾ ഉണ്ട്. ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഒന്നിങ്ങനെയാണ്. ഒരിക്കൽ 3 മലയാള ബ്രാഹ്മണർ തീർത്ഥാടനത്തിനായി മൈസൂരിലേക്ക് യാത്രയായി. ആ യാത്രയിൽ അവർക്ക് വഴിതെറ്റി നിറയെ നെല്ലിമരങ്ങളുള്ള ഒരു ഗ്രാമത്തിലെത്തി. വിശപ്പും ദാഹവും സഹിയാതെ അവർ നെല്ലിമരത്തിൽ നിന്ന് ആവോളം നെല്ലിക്കകൾ പറിച്ചു തിന്നു. അപ്പോഴാണ് അവർ ഒരു അശരീരി കേട്ടത്. പവിത്രമായ ഈ സ്ഥലം ത്രിമൂർത്തി സാന്നിധ്യമുള്ള ഇടമാണ്. ഈ ഈശ്വര സന്നിധിക്ക് നിങ്ങൾ തിരുനെല്ലി എന്ന് പേരു നൽകണം. അവർ അങ്ങനെ നൽകിയതാണ് ഈ പ്രദേശത്തിന് തിരുനെല്ലി എന്ന പേര്. ധാരാളം നെല്ലിമരങ്ങൾ വളരുന്ന സ്ഥലമാണിതെന്നും ഇതിൻ്റെ സവിശേഷതയത്രേ. നെല്ലിമരങ്ങൾ ഉള്ളിടത്ത് ലക്ഷ്മി നാരായണ സാന്നിധ്യം ഉണ്ടെന്നതാണ് വിശ്വാസം. ബ്രഹ്മാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ചതുർഭുജങ്ങളുടെ രൂപത്തിൽ ക്ഷേത്രം നിർമ്മിക്കുകയും മഹാവിഷ്ണുവിനായി സമർപ്പിക്കുകയുമാണ് ഉണ്ടായതത്രേ. പതിനാറാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ ഗ്രാമങ്ങളിലൊന്നായിരുന്നു തിരുനെല്ലി. പിൽക്കാലത്ത് ഗ്രാമസമൃദ്ധി എങ്ങനെ അന്യമായെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല. ഭാസ്കര രവിവർമ്മൻ്റെ കാലഘട്ടത്തിൽ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടികമലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം ഒരു സഹ്യമലക്ഷേത്രമാണ്. ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും ഇതിന് പേരുണ്ട്. ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠ നടത്തിയതാണല്ലോ ഈ ക്ഷേത്രം. നെല്ലിമരങ്ങളുടെ സമൃദ്ധിയുള്ളതിനാൽ ആമലക ക്ഷേത്രമെന്നും തിരുനെല്ലി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം ആണ്. ക്ഷേത്രത്തിൻ്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിനാൽ ഭക്തജനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഏതോ കാലത്ത് തിരുനെല്ലിയിൽ ബ്രഹ്മാവ് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. പ്രതാപകാലം നഷ്ടപ്പെട്ട് കാട് പിടിച്ചു കിടന്ന ക്ഷേത്രം പിന്നീട് പുനരുദ്ധരിച്ചതാണ്. കേരളത്തിലെയും കർണാടകത്തിലെയും പല രാജാക്കന്മാരുടെയും നിത്യസന്ദർശന കേന്ദ്രമായിരുന്നു തിരുനെല്ലി. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ വിളക്കുമാടത്തിൻ്റെ നിർമ്മാണം കുടകിലെ രാജാവാണ് ആരംഭിച്ചതെന്ന് കരുതുന്നു. 6 അടിയിൽ അധികം നീളമുള്ള കരിങ്കൽ പലകകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്.
ചാന്തോ മറ്റെന്തെങ്കിലും മിശ്രിതമോ കൂടാതെ കല്ലുകൾ ഓരോന്നായി അടുക്കി വച്ചാണ് നിർമ്മാണം. കോട്ടയം രാജവംശത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ കുടക് രാജാവ് നിർമ്മാണം നടത്തിയത് കോട്ടയം രാജാവിന് നീരസമുളവാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ട് കോട്ടയം രാജാവ് ഉത്തരവിറക്കി. ഇതോടെ വിളക്കുമാടത്തിൻ്റെ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടു. വിളക്കുമാടത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കല്ലും ഓരോ ശില്പമാണ്. അത്രമാത്രം വൈദഗ്ധ്യത്തോടെയാണ് അവയുടെ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ കറുത്ത വാവു ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും തിരക്കുള്ള ദിനങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കാണ്. ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നും തിരുനെല്ലി ക്ഷേത്രം അറിയപ്പെടുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായി പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്ന ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്നു. ആരാധനാലയത്തിന് പിന്നിലെ പടികളിറങ്ങി ചെന്നാൽ ഭക്തർക്ക് പഞ്ചതീർത്ഥത്തിൽ എത്താം. അനേകം കലാരൂപങ്ങളും ശില്പങ്ങളും ഉള്ള ഈ പാവന തീർത്ഥത്തിലേക്ക് 5 നദികളിൽ നിന്നുള്ള ജലം ഒഴുകിയെത്തുന്നു എന്നാണ് വിശ്വാസം. കുളത്തിൻ്റെ നടുവിൽ വിഷ്ണുവിൻ്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന 2 കാൽപ്പാടുകളുടെ ചിത്രം ഒരു പാറയിൽ കൊത്തിവച്ചിട്ടുണ്ട്. കാൽപ്പാടുകൾ കൂടാതെ പാറയിൽ കൊത്തിയെടുത്ത ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയുടെ ചിത്രങ്ങളും കാണാം. ഇവിടെ നിന്നുകൊണ്ട് മഹാവിഷ്ണു ബ്രഹ്മാവിനെ ഉപദേശിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. പിതൃബലിക്കാണ് ഉത്തര മലബാറിൽ നിന്നുള്ള ഭൂരിപക്ഷം ഭക്തരും പ്രധാനമായി ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട്. അതിനായി പ്രത്യേകം സംവിധാനങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾ നിർവഹിച്ചാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുകയോ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുകയോ ചെയ്യുമെന്നും വൈകുണ്ഠപ്രാപ്തി നേടുമെന്നും വിശ്വാസമുണ്ട്. അതിനാൽ അനേകരാണ് ഇവിടെ പിതൃബലി, തിലഹവനം, പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചേരുന്നത്. സമീപത്തുള്ള തൃശ്ശിലേരി ക്ഷേത്രത്തിലെ മഹാദേവന് വിളക്കുവച്ച് പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയതിനു ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതായിരുന്നു മുൻപ് പതിവ്. ഇപ്പോൾ ഭൂരിഭാഗം ഭക്തരും നേരിട്ട് തിരുനെല്ലിയിൽ എത്തുന്നവരാണ്. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലെ താഴോട്ടിറങ്ങി നടന്നാലാണ് പാപനാശിനിയിൽ എത്തുക. കാലവർഷത്തിൽ ഈ പുണ്യപ്രവാഹിനി നിറഞ്ഞൊഴുകുമെങ്കിലും വേനലിൽ നീർ താഴും. എങ്കിലും പാപനാശിനിക്ക് വറ്റാനാകില്ല. വനത്തിനുള്ളിൽ എവിടെ നിന്നോ ഉത്ഭവിക്കുന്ന അരുവിയിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ വേണം പാപനാശിനിയുടെ അടുത്തെത്താൻ. ധാരാളം വാനരന്മാരെ മരക്കൊമ്പുകളിൽ കാണാം. ആളുകൾ വരുന്നതും പോകുന്നതുമൊന്നും അവർക്ക് ഒരു പ്രശ്നമേയല്ല. പാപനാശിനിക്ക് എല്ലാ പാപങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യശക്തിയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുനെല്ലിയിലെ ഓരോ കല്ലുകൾക്കും മരങ്ങൾക്കും പുൽക്കൊടിത്തുമ്പിനും ഓരോ കഥ പറയാനുണ്ടാകും. പാപനാശിനിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പടിക്കെട്ടുകളിൽ വ്യക്തികളുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നു. അവരുടെ ഓർമ്മകളുടെ നൈരന്തര്യത്തിൽ കുടുംബക്കാർ സമർപ്പിച്ചതാകാം പടിക്കെട്ടുകൾ. ഓരോ പടിയും ചവിട്ടുമ്പോൾ ഓരോരോ ജന്മങ്ങളും അവരുടെ കഥകളും താണ്ടുകയാണ്. വിശ്വാസവും ചരിത്രവും കൂടിക്കുഴഞ്ഞ കഥകളിൽ ഏറിയ പങ്കും കാലഹരണപ്പെട്ടുപോയി. മറ്റ് പല ഉപക്ഷേത്രങ്ങളുമായും തിരുനെല്ലിയിലെ കഥകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. കൊട്ടിയൂർ ഉത്സവത്തിന് മുന്നോടിയായി തിരുനെല്ലിയിൽ നിന്നും ഭൂതത്തെ പറഞ്ഞയക്കൽ എന്നൊരു ചടങ്ങ് നടത്തിവരുന്നു. തിരുനെല്ലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥകൾ തേടിപ്പോയാൽ ബ്രഹ്മഗിരി മലനിരകളിലെ കൊടുങ്കാട്ടിൽ വഴിതെറ്റിപ്പോകുന്ന സ്ഥിതിയാകും. എത്ര സഞ്ചരിച്ചാലും പിന്നെയും ദൂരം കൂടിക്കൂടി വരും. ശാന്തതയും വന്യതയും
പ്രകൃതി ഭംഗിയും പരിലസിക്കുന്ന ഇവിടം അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തോന്നിയാൽ തെല്ലും അതിശയോക്തിയില്ല. തിരുനെല്ലി കുന്നിറങ്ങിച്ചെന്നാൽ മനോഹരമായ കാളിന്തി നദിയെ കാണാം. ശാന്തമായി ഒഴുകി വരുന്ന കാളിന്തിയെ ചെറിയൊരു തടയണ കെട്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ലാസ്യഭാവത്തിൽ ഒഴുകിയെത്തുന്ന കാളിന്തി തടയണയ്ക്ക് മുകളിലൂടെ കുത്തിയൊഴുകുന്നു. സ്ഫടികം പോലുള്ള വെള്ളത്തിനടിയിൽ സ്വർണ്ണ നിറമുള്ള ഉരുളൻ കല്ലുകൾ പാകിവച്ചിരിക്കുന്നു. കല്ലുകൾക്ക് മുകളിലൂടെ പല നിറത്തിലുള്ള ചെറുമീനുകൾ നീന്തിക്കളിക്കുന്നു. പുഴയുടെ ഓരത്തുള്ള കല്ലുകൾക്ക് വെളുത്ത നിറമാണ്. പുഴയുടെ മറുകര കാടാണ്. വൻമരങ്ങളും വള്ളിത്തലപ്പുകളും കണ്ണാടി വെള്ളത്തിൽ മുഖം നോക്കി നിൽക്കുന്നു. മഹാഭാരതത്തിൽ യമുനാ നദിയാണ് കാളിന്തി എന്ന് വിളിക്കപ്പെടുന്നത്. ഉത്തരേന്ത്യയിലെ യമുനാ നദി പോലെ തിരുനെല്ലിക്കുമുണ്ട് തിരുനെല്ലിയുടെ കാളിന്തി. ബ്രഹ്മഗിരി മലനിരകളുടെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് നടുക്കാണ് തിരുനെല്ലി ക്ഷേത്രം. ഇതിന് വടക്കുകിഴക്കായി കർണാടകത്തിലെ നാഗർഹോളെ, ബന്ദിപ്പൂർ എന്നീ വന്യ സംരക്ഷണ കേന്ദ്രങ്ങളും തെക്കുകിഴക്കായി തമിഴ്നാട്ടിലെ മുതുമലയും സ്ഥിതി ചെയ്യുന്നു. വളരെ ജൈവ വൈവിധ്യം ഉള്ള ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം നീലഗിരി ബയോ റിസർവിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. നാനാവിധത്തിലുള്ള സസ്യജീവജാലങ്ങളെ നമുക്കിവിടെ കാണാം. വളഞ്ഞ വഴികളിലൂടെ മടക്കയാത്രയ്ക്കൊരുങ്ങുമ്പോൾ പിറകിലായി കേട്ടാലും കേട്ടാലും മതിവരാത്ത അത്രയും കഥകളുമായി തിരുനെല്ലി ധ്യാനാത്മകമായി നിൽക്കുന്നു.